നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ മിക്കവാറും സമയം അത് തുടങ്ങിയതിന് കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ അത് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ പതിവ്. ചൈനീസ് ബിസിനസ് മാഗ്നറ്റും ആലിബാബയുടെ കോ-ഫൗണ്ടറുമായ ജാക്ക് മാ നൽകുന്ന സക്സസിനു വേണ്ട 5 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സും അത് എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും എന്നതുമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എത്ര ബിസിയാണെങ്കിലും നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും പരിപാലിക്കാൻ നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ സാധിക്കും. യഥാർത്ഥ ശക്തി നമുക്ക് കൈവരുന്നത് മെന്റൽ ക്ലാരിറ്റിയിൽ നിന്നാണ്, മാനസിക വ്യക്തതയിൽ നിന്നാണ്. മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിന് ശരീരവും മനസ്സും സമന്വയിച്ച് പ്രവർത്തിക്കുന്നത് ആവശ്യമാണ്. അതിനാൽ വ്യായാമം ചെയ്യുന്നത്, ശരീരം മൂവ് ചെയ്യുന്നത് പ്രധാനമാണ്. തുടക്കത്തിൽ വ്യായാമം ചെയ്യുമ്പോൾ ശരീരം മുഴുവൻ വേദന അനുഭവപ്പെടുന്നു. പലരും ചിന്തിക്കും അത് വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന്. ഇവയെല്ലാം ചെയ്യുമ്പോഴും ചിലപ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും, ആകുലതകളാൽ നിറഞ്ഞതായിരിക്കും. എന്നാൽ കുറച്ചു നാളുകൾക്കുള്ളിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ എനർജി അനുഭവപ്പെടാൻ തുടങ്ങുന്നു, കൂടുതൽ മെന്റൽ ക്ലാരിറ്റി ലഭിക്കുന്നു. ക്ഷമയും സ്ഥിരതയും ഏതൊരു വിജയത്തിനും ആവശ്യമാണ്. പലരും ജാക്ക് മായോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് ആലിബാബ പണിതുയർത്താൻ സാധിച്ചതെന്ന്. അതിനു മറുപടിയായി അദ്ദേഹം പറയും, ബാലൻസ്. നിങ്ങൾ ക്ഷീണിതരാണ്, മനസ്സ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, നിങ്ങളുടെ മനസ്സ് ഓവർലോഡഡ് ആണ് എങ്കിൽ നിങ്ങളുടെ ശരീരത്തിനും അത് അനുഭവപ്പെടുന്നു. എന്നാൽ നിങ്ങൾ ബാലൻസ് കണ്ടെത്തുമ്പോൾ ചുറ്റുമുള്ള എല്ലാം അതുമായി അലൈൻ ചെയ്യപ്പെടുന്നു, യോജിച്ചു പോകുന്നു. ഈ ബാലൻസ് കണ്ടെത്തുമ്പോൾ ശരീരവും മനസ്സും സമന്വയിച്ച് പ്രവർത്തിക്കുമ്പോൾ പ്രതിസന്ധികളുടെ ഇടയിലും മനഃശാന്തി നിലനിർത്താൻ സാധിക്കുന്നു. 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ വളരെ സിമ്പിളായ കാര്യത്തിൽ നിന്നും തുടങ്ങുക. ദിവസവും ബോഡി മൂവ്മെന്റ്സിൽ ഏർപ്പെടുക. അത് വെറുതെ ഒരു നടപ്പ് പോലും ആകാം. പ്രധാനപ്പെട്ട കാര്യം അതൊരു ശീലമാക്കുക എന്നതാണ്. ഇത് ശരീരവും മനസ്സും റിന്യൂഡ് ആകുവാനും സാവധാനം പ്രതിസന്ധികളെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കുവാനും കാരണമാകുന്നു. ഈയൊരു ശീലം വളർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യമെല്ലാം അത് പ്രയാസകരമായി അനുഭവപ്പെടും. ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കാൻ പോലും മടി തോന്നിയേക്കാം. എന്നാൽ ഏതൊരു മേഖലയിലും മാറുന്നതിനായി സ്ഥിരത, കൺസിസ്റ്റൻസി അനിവാര്യമാണ്. നമ്മൾ നമ്മളെ തന്നെ പരിപാലിക്കുമ്പോൾ, ടേക്ക് കെയർ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാം ഇംപ്രൂവ് ചെയ്യുന്നു. ഇങ്ങനെ വളർന്നു വരുന്ന പോസിറ്റീവ് എനർജി പടർന്നു പിടിക്കുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തെ മാത്രമല്ല ചുറ്റുമുള്ളവരുടെ ജീവിതത്തെയും സ്വാധീനിക്കുന്നു. അതിനാൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നതിനായി ഒരു പെർഫെക്റ്റ് മൊമെന്റിനായി കാത്തിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് അവസാനിപ്പിച്ച് ഉടനെ പ്രവർത്തനം ആരംഭിക്കുക. അങ്ങനെയൊരു പെർഫെക്റ്റായ നിമിഷം ഒരിക്കലും ഉണ്ടാകില്ല. നിങ്ങൾക്കാകെയുള്ളത് ഈ ഒരു നിമിഷം മാത്രമാണ്, പ്രസന്റ് മൊമെന്റ് മാത്രമാണ്. വിജയത്തിനായി, സക്സസിനായി കാരണമാകുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് നല്ല ഉറക്കം. ആദ്യമൊക്കെ ജാക്ക് കരുതിയിരുന്നത് എത്ര സമയം ഉണർന്നിരുന്ന് ജോലിയിൽ ഏർപ്പെടുന്നുവോ അത്രയധികം നമുക്ക് പ്രൊഡക്റ്റീവ് ആകാൻ സാധിക്കുമെന്നാണ്. പക്ഷേ അത് സത്യമല്ലെന്ന് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി. ഉറക്കം ശരീരത്തെയും മനസ്സിനെയും റീചാർജ് ചെയ്യാൻ അത്യാവശ്യമാണ്. നിങ്ങൾ ശരിയായ ഒരു സ്ലീപ്പ് റുട്ടീൻ ഉണ്ടാക്കി ദിവസവും കൃത്യം സമയത്ത് കിടക്കുകയും ഉണരുകയും ചെയ്താൽ ശരീരം മികച്ച രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ ആരംഭിക്കുന്നു. രാവിലെ ഉണരുമ്പോൾ റിഫ്രഷ്ഡായി അനുഭവപ്പെടാൻ അത് കാരണമാകുന്നു. എന്നാൽ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും മറ്റും സമയം ചിലവഴിച്ച് വൈകിയാണ് ഉറങ്ങാൻ കിടക്കുന്നത്. എന്നാൽ ഉറങ്ങാൻ പോകുന്നതിന് കുറച്ച് മുൻപ് തന്നെ ഇവയിൽ നിന്നെല്ലാം ഡിസ്കണക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. വായനയിൽ ഏർപ്പെട്ടോ മെഡിറ്റേറ്റ് ചെയ്തോ മനസ്സിനെ കാം ചെയ്ത ശേഷം ഉറങ്ങാൻ പോകുന്നത് വളരെ സഹായകരമാണ്. ഇത് പ്രൊഡക്റ്റീവ് ആകാൻ ഏറ്റവും സിമ്പിളും എന്നാൽ പവർഫുള്ളുമായ ഒരു വഴിയാണ്. നന്നായി ഉറങ്ങുന്നത് ഒരു ലക്ഷറി അല്ല, അത് നമ്മുടെ ഗോൾസിലേക്ക് എത്താൻ ഒരു നെസസിറ്റി ആണെന്ന് ഓർത്തിരിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ബ്രീതിങ്, ശ്വസനം. മൈൻഡ്ഫുള്ളായി ബ്രീത്ത് ചെയ്യുന്നത് നമ്മുടെ മൂഡിനെ മാത്രമല്ല സ്വാധീനിക്കുന്നത്, മറിച്ച് നമ്മൾ സ്ട്രെസ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുവെന്നുള്ളതുമാണ്. ഡീപ്പായി ശ്വസിക്കുന്നത് നമ്മുടെ തലച്ചോറിനെ ഓക്സിജനേറ്റ് ചെയ്യുവാനും നമ്മെ ശാന്തരാക്കുവാനും നമ്മെ റീചാർജ് ചെയ്യുവാനും സഹായിക്കുന്നു. മൈൻഡ്ഫുൾ ബ്രീതിങ്ങിൽ നമ്മളൊന്ന് പോസ് ചെയ്ത് നമ്മുടെ ഓരോ ശ്വസനത്തെയും ശ്രദ്ധിക്കുന്നു. നമ്മൾ സ്ട്രെസ്സിലാകുമ്പോൾ നമ്മുടെ ശ്വസനം ആഴം കുറഞ്ഞതും വേഗത്തിലുള്ളതുമാകുന്നു. അത് നമ്മളിൽ ആങ്സൈറ്റി കൂടുവാൻ കാരണമാകുന്നു.
എന്നാൽ മൈൻഡ്ഫുള്ളായി ആഴത്തിൽ നമ്മൾ ശ്വസിക്കുമ്പോൾ അതിനെ റിവേഴ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കും. കൂടാതെ എവിടെയായാലും ഇത് പരിശീലിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. നമ്മൾ നമ്മുടെ ശ്വസനത്തെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളോടുള്ള നമ്മുടെ പ്രതികരണവും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. ഇത് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നമ്മെ സഹായിക്കുന്നു. മൈൻഡ്ഫുൾ ബ്രീതിങ്ങിലൂടെ നമ്മുടെ എനർജി ലെവലിലും മാറ്റം വരുന്നു. ഇത് നമ്മുടെ ശരീരത്തിനും തലച്ചോറിനും മികച്ച രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഓക്സിജൻ പ്രദാനം ചെയ്യുന്നു. ഇതുകൂടാതെ മൈൻഡ്ഫുൾ ബ്രീതിങ്ങിലൂടെ മനസ്സ് ശാന്തമാകുവാനും മെൻ്റൽ ക്ലാരിറ്റിക്കും അത് കാരണമാകുന്നു. നമ്മൾ അന്വേഷിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരം യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. എന്നാൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കുമ്പോൾ, സ്ട്രെസ്സിലായിരിക്കുമ്പോൾ മെൻ്റൽ ക്ലാരിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നു. ഇതിൽ നിന്നും മാറ്റം കൊണ്ടുവരാൻ മൈൻഡ്ഫുൾ ബ്രീതിങ് സഹായിക്കും. വെറും 5 മിനിറ്റ് എടുത്ത് മൈൻഡ്ഫുൾ ബ്രീതിങ് പരിശീലിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ദിവസത്തിനിടയിലും ഈ പ്രാക്ടീസ് ചെയ്യാം. ട്രാഫിക്കിലായിരിക്കുമ്പോഴോ ജോലിയിൽ നിന്നും ബ്രേക്ക് എടുക്കുമ്പോഴോ മറ്റും. ഇത് ഈ ഒരു ബ്രീതിങ് കൂടുതൽ നാച്ചുറൽ ആകാൻ കാരണമാകുന്നു. 30 ദിവസത്തിൽ നിങ്ങളിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൽ ലിമിറ്റ് കൊണ്ടുവരിക എന്നുള്ളത്. മണിക്കൂറുകൾ ഡിജിറ്റൽ മീഡിയയിൽ സമയം ചിലവഴിക്കുമ്പോൾ നമുക്ക് നമ്മളുമായുള്ള ബന്ധം കുറഞ്ഞു വരുന്നു. സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്ന സമയം നിങ്ങൾ നിങ്ങളെ തന്നെ ഇംപ്രൂവ് ചെയ്യുന്നതിൽ, നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിൽ ചിലവഴിക്കാം. എപ്പോഴും ഡിസ്ട്രാക്റ്റഡായിരിക്കുമ്പോൾ വളരുന്നത് പ്രയാസമാണ്. സോഷ്യൽ മീഡിയയെ നിങ്ങളാണോ യൂസ് ചെയ്യുന്നത്, അതോ സോഷ്യൽ മീഡിയ നിങ്ങളെയാണോ യൂസ് ചെയ്യുന്നതെന്ന് സ്വയം ചോദിക്കുന്നത് നല്ലതാണ്. സോഷ്യൽ മീഡിയയിൽ സമയം ലിമിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ സമയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായി തോന്നുന്ന കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താൻ അത് സഹായകരമായിരിക്കും. ബാലൻസ് കണ്ടെത്തുന്നത് ആവശ്യമാണ്. സോഷ്യൽ മീഡിയയിൽ സമയം ചിലവഴിക്കുന്നത് കുറയുമ്പോൾ നമ്മൾ കൂടുതൽ സ്വയം അവബോധമുള്ളവരായി മാറും. എൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, എനിക്ക് സന്തോഷം നൽകുന്ന കാര്യം എന്താണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ അത് സഹായിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. ഇത് ഈ ഒരു നിമിഷത്തിലായിരിക്കാൻ, പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കാൻ, അങ്ങനെ കൂടുതൽ ഫോക്കസ്ഡും പ്രൊഡക്റ്റീവുമായിരിക്കാൻ സഹായിക്കുന്നു. ഇതിനായുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് മുൻപ് സൂചിപ്പിച്ച മൈൻഡ്ഫുൾ ബ്രീതിങ്. മൈൻഡ്ഫുൾ പ്രാക്ടീസിലൂടെ നമ്മൾ മുൻപ് ശ്രദ്ധിക്കാതെ പോയ പല കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുവാൻ അത് കാരണമാകുന്നു. ദിവസവും ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ വളരെ സന്തോഷം കണ്ടെത്തുവാനും എ സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളിൽ വളരുവാനും അത് കാരണമാകുന്നു. മൈൻഡ്ഫുൾനെസ് സ്ട്രെസ് കുറയ്ക്കുവാനും സഹായിക്കുന്നു. സക്സസ്സിനായി മറ്റൊരു പ്രധാന കാര്യമാണ് വായന. നിങ്ങൾ എത്ര ബിസി ആണെങ്കിലും ദിവസവും കുറച്ചു മിനിറ്റെങ്കിലും വായനയിൽ ഏർപ്പെടാൻ സമയം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മെ പ്രചോദിപ്പിക്കുന്ന, വ്യത്യസ്തമായി ചിന്തിക്കുവാൻ സഹായിക്കുന്ന ഏതൊരു കാര്യവും വായിക്കാൻ ശ്രമിക്കാവുന്നതാണ്. വായന നമ്മുടെ മൈൻഡ് സെറ്റിൽ മാറ്റം കൊണ്ടുവരുന്നു. ലോകത്തെ പുതിയൊരു കണ്ണിലൂടെ കാണുവാൻ അത് നമ്മെ സഹായിക്കുന്നു. മനസ്സിലാക്കിയ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാനും അത് സഹായിക്കുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും സക്സസ്സിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുവാനും അത് കാരണമാകുന്നു. ദിവസവും 15 മിനിറ്റെങ്കിലും വായിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ മുന്നേറാൻ നമ്മെ സഹായിക്കും. മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വലിയ മാറ്റങ്ങൾ എന്ന രീതിയിലാണ് ചിന്തിക്കാറുള്ളത്. എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ചെയ്താലേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ പലപ്പോഴും കരുതുന്നു. എന്നാൽ നമ്മുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്നത് ചെറിയ മാറ്റങ്ങളിലാണ്. ചെറിയ മാറ്റങ്ങൾ ദിവസവും കൊണ്ടുവന്നാൽ ഓവർ ടൈം അതിൻ്റെ ഇമ്പാക്റ്റ് വലുതായിരിക്കും. വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് കൊണ്ടുവരുവാൻ ശ്രമിച്ചാൽ നമ്മൾ മടുത്ത് അതിൽ നിന്നും പിൻവാങ്ങാനുള്ള സാധ്യതകൾ ഏറെയാണ്. സക്സസ്സിലേക്കുള്ള സീക്രട്ട് എന്നത് ചെറിയ ചുവടുകൾ സ്ഥിരതയോടെ എടുക്കുക എന്നതാണ്. ഇറ്റ്സ് അബൌട്ട് ടേക്കിംഗ് സ്മോൾ സ്റ്റെപ്സ് കൺസിസ്റ്റൻ്റ്ലി.